മറ്റേ എന്തൊരു പുസ്തകം ഇത്? എന്തൊരു പേജ്? കാശ് കൊടുത്തല്ലേ പുസ്തകം മേടിക്കുന്നേ? ചോദിക്കുന്ന കാശ് എന്നെ കൊടുക്കുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് പുസ്തകം തരാൻ പറയും. ഉള്ളതിനകത്ത് ഏറ്റവും നല്ല പുസ്തകം ഞാൻ കൊണ്ടുപോകുന്നത്. അയ്യേ ഞാൻ വരുന്നില്ല. അത് കേക്ക്, ഒരു വിഷയമുണ്ട്. അടുത്ത പള്ളി എന്ത് പള്ളി? വലിയ വിഷയമൊന്നുമല്ല, ക്യാൻറ്റീനിൽ തല്ല്. ആറതല്ലേ? തല്ലിട്ട് വഴക്കിട്ട്. ആര് തല്ലി? ആരെ തല്ലി? ഞാൻ തല്ലി. ആരെ? ഒരു കൊച്ചിനെ തല്ലേ? അങ്ങനല്ല, അതായത് അങ്ങനല്ല. കൊച്ചിനെ പിടിച്ച് തള്ളി, ഞാൻ തള്ളി, എന്നെ അടിച്ച് നല്ലൊരു അടി അടിച്ച്. എന്തിന്? ചപ്പാത്തി എടുത്ത് തുടങ്ങിയത്. ചപ്പാത്തി എനിക്കില്ലേ? കേക്ക് മൊത്തം കേക്ക്. എന്റെ പൊന്നുമക്കളെ സത്തെടുക്കാൻ പറയട്ടെ, നിന്റെ വള്ളി ഒതുക്കാൻ എനിക്ക് വയ്യ. നീ ഉണ്ടാക്കുന്ന വള്ളി പിടിച്ച് പിടിച്ച് എനിക്ക് വയ്യ. എനിക്ക് പോണേ. ഇപ്പൊ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരുടെ വള്ളി. നീ വളരണ്ടായിരുന്നു. നീ നാളെ പേരൻസ് ഒക്കെ വരുവോ? എനിക്ക് അല്ല, 10 ചേച്ചിമാരെ ഒതുക്കി വിട്ട്. കേക്ക് അങ്ങനെ നോക്കാതെ മൊത്തം കേക്കാതെയോ. സംഭവം എന്ന് വെച്ചാല്, ഞങ്ങളുടെ ക്യാൻറ്റീനിൽ ഇപ്പൊ എന്തെങ്കിലും സീറ്റ് ഇരിക്കാണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ട്. ഇപ്പം മുമ്പേ ഒരു സീറ്റിൽ ഇരിക്കണമെങ്കിൽ അവിടെ ബോട്ടിൽ കൊണ്ടുവെക്കും നേരത്തെ. മനസ്സിലായോ? അപ്പൊ ഞങ്ങള് ഞാൻ ക്യാൻറ്റീൻ ചെന്നപ്പോഴത്തേക്ക് സ്ഥലമൊന്നുമില്ല. അപ്പം സ്ഥലമില്ല ഒന്നുമില്ല. ഒരു ബോട്ടിൽ ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷെ വേറെ എവിടെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞാൻ പോയി ഫുഡ് എടുത്തോണ്ട് വന്ന് അവിടെ അങ്ങ് ഇരുന്ന്. എനിക്ക് ഇരിക്കണ്ടായോ? പിന്നെ അവിടെ പോയി ഇരിക്കുവായിരുന്നു. അപ്പൊ ആഘോഷം നേരത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ച് സ്ഥലം പിടിച്ചല്ലേ? കേക്ക് മൊത്തം തിന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് ചോദ്യം, നാളെ സ്കൂളിൽ വരേണ്ടി വരുമോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഫോൺ ഓഫാക്കി വെക്കാന്നുള്ളേ ഉള്ളു, വേറെ അർത്ഥമൊന്നുമില്ല. പറഞ്ഞു. ഒന്ന് കഴിച്ചു തുടങ്ങി. ചപ്പാത്തി ആദ്യം നമ്മൾ ചപ്പാത്തി മേടിച്ചു. പിന്നെ ചോറ് മേടിക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തി തിന്നുകയാണ്. അപ്പോഴേക്ക് ആ കുട്ടി വന്നു. എട്ടിപ്പടിക്കുന്ന ഏതൊരു കൊച്ച്, 8 G എങ്ങാണ്ടാ തോന്നുന്നു വിചാരിച്ചത്. ആ കൊച്ച് വന്നിട്ട് എന്തുവാ, എനിക്ക് എൻ്റെ പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പുറത്തെ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പുറത്തെ ചേച്ചിമാരൊക്കെ എണീറ്റ് പോയി, അവർക്ക് പ്ലേസ് ഉണ്ടായിരുന്നു. പറഞ്ഞു ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പുറത്ത് പോയിരിക്കും, അവിടെ സ്ഥലം ഉണ്ടല്ലോ. എന്നിട്ട് പോയിരിക്കാമായിരുന്നല്ലോ. അവള് കഴിച്ചു തുടങ്ങിയില്ല. അവള് വന്നു പ്ലേറ്റ് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. അവക്ക് അപ്പുറത്ത് പോയിരുന്നൂടായിരുന്നു. ഞാൻ കഴിച്ചു തുടങ്ങിയില്ലേ. അവള് കൊണ്ടുവന്ന് കുപ്പി വെച്ചതല്ലേ, കാര്യമില്ലേ. എന്നിട്ട് പറ്റത്തില്ല, ഒരു കണക്കിന് സമ്മതിക്കത്തില്ല. എനിക്കൊന്നും പറഞ്ഞിരിക്കും, അതെന്റെ സ്ഥലമാണ് പറ്റത്തില്ലെന്നും പറഞ്ഞു. എടി അപ്പുറത്തെ സ്ഥലമില്ലേ, അവിടെ പോയിരിക്കും വെച്ചേന്ന് പറഞ്ഞു. കേൾക്കത്തില്ല. അപ്പോഴത്തേക്ക് എന്തുവാ, എന്റെ ചപ്പാത്തി എടുത്ത് കൊച്ചിറങ്ങി. അല്ല, ചപ്പാത്തി എടുത്ത് തട്ടിക്കളഞ്ഞു. ചപ്പാത്തി താഴെ പോയില്ല. തിന്നുന്ന പാത്രം ഉണ്ടല്ലോ, തിന്നുന്ന പാത്രം ഇങ്ങനെ തട്ടിക്കളഞ്ഞ്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പിടിച്ച് തള്ളി, തിരിച്ചു തള്ളി. അല്ല വീണ്ടും തള്ളി. എന്നിട്ട് ആ കൊച്ചായിട്ടോ എന്നെ ആദ്യം അടിക്കുന്നത്. എപ്പോഴാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. കൊച്ചെന്നെ അടിച്ചു, നല്ലൊരു അടി അടിച്ചു. അപ്പോഴത്തേക്ക് 10 ചേച്ചിമാരൊക്കെ വന്ന്. ആദ്യം ആരോ അടിച്ച്? ആ കൊച്ചെന്നെ എന്നെ ആദ്യം അടിച്ച്. എന്താ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണ്ടേ. അടിച്ചപ്പോ റിഫ്ലക്സ് ആക്ഷൻ ആന്നൊക്കെ പറയാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. കേക്ക്. എന്നിട്ട് 10 ചേച്ചിമാരൊക്കെ വന്ന് കുഴപ്പമില്ല എന്താണ്ടൊക്കെ പറഞ്ഞ. എന്നിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യത്ത് നിൽക്കാം. നമ്മള് അഡ്രിനാലിൻ ഹൈ ആയിട്ടിരിക്കല്ലേ. കൈയൊക്കെ കഴുകി ഞാൻ പുറത്ത് പോയിരുന്നെങ്കിരുന്ന് ദേഷ്യം വരുവാ. കൺട്രോൾ ചെയ്യും. അപ്പോഴത്തേക്ക് സമൃദ്ധി ഒന്ന് വാടി കഴിക്കാന്നാണ്. ഞാൻ പറഞ്ഞു ആകും പറ്റത്തില്ലെന്നും പറഞ്ഞിരുന്നേ. എന്നിട്ട് അവൾ എന്നെ വിളിച്ചോണ്ട് പോയി വഴക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ആരെനിക്ക് ഫുഡ് തരും, ഞാൻ എൻ്റെ ഈ കാശിലെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് 10 ചേച്ചിമാരോട് പറയാമെന്ന് പറഞ്ഞ് 10 ചേച്ചി ഒന്ന് ചപ്പാത്തി മേടിച്ചു അവിടെ ഇട്ട് തിന്നോളാൻ പറഞ്ഞു. അല്ല, അപ്പൊ നിന്റെ മറ്റേ ചപ്പാത്തി പോയില്ല, നിങ്ങൾക്ക് ആ ചപ്പാത്തി ഒന്നുകൂടായിരുന്നു.
ആ ദേശത്ത് ഞാൻ പാത്രം കൊണ്ട് വെച്ചിട്ട് പോയില്ലേ. പാത്രം കൊണ്ട് വെച്ച പാത്രം അവിടെ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ അത് വേസ്റ്റ് ആയി പോയി. വിശക്കൊന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറയുന്ന കേട്ടു, നമുക്ക് എത്ര ദേഷ്യമാണോ വിഷമമാണേലും ഫസ്റ്റ് ഫുഡ് കഴിക്കുക, അതിനുശേഷം ദേഷ്യപ്പെടാൻ. അതല്ലേ പറഞ്ഞേ, ഞാൻ കഴിച്ചോണ്ട് പാത്രം തൊട്ടേക്കളെ എനിക്ക് ദേഷ്യപ്പെടില്ലേ. ദേഷ്യം വന്നു ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് നീ വേസ്റ്റാക്കാൻ പാടില്ലായിരുന്നു, അത് കഴിച്ചിട്ട് പോണമായിരുന്നു. അതിനുശേഷം നീ ദേഷ്യപ്പെട്ട് പൊക്കോ. അതെ, വിഷമം വന്നാലും ദേഷ്യം വന്നാലും നമ്മൾ ആദ്യം നമ്മുടെ ആഹാരം കഴിക്കാന്നുള്ളത്. നാളെ എന്ത് പരീക്ഷ? നാളെ പരീക്ഷയില്ല. ഇല്ലേ? കഴിഞ്ഞോ? ഇല്ല, മറ്റന്നാള് പരീക്ഷ. പഠിക്കണേ. സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയം. കെമിസ്ട്രി ഈസിയാ, ഫിസിക്സിനകത്ത് ആ ന്യൂമറിക്കൽസ് മാത്രമേ ഉള്ളൂ വിഷയം. പക്ഷെ ബയോളജിക്കകത്ത് ചില വേർഡ്സ് ആണ് വിഷയം. അതെനിക്കും ബയോളജി ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് 10ാം ക്ലാസ് വരെ ബയോളജി ഇഷ്ടമായിരുന്നു. പ്ലസ് 1 എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. 10ാം ക്ലാസ് ഞങ്ങൾക്ക് ബയോളജി ഒക്കെ ഉണ്ടായിരുന്നു. അതന്നെ, ഞങ്ങൾക്ക് പ്ലസ് 1 പ്ലസ് 2 ഇല്ല, 10ാം ക്ലാസ്സിലൊന്നും ബയോളജി ഇല്ലേ. അതെ, സ്റ്റേറ്റിൽ ഇങ്ങനെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നാണ്. അപ്പോൾ ഈ 10 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏത് സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ഒക്കെയാണ്? ഒന്നുമില്ല. നമുക്ക് ബയോളജി, ഹിസ്റ്ററി, കെമിസ്ട്രി അല്ല, ഹിസ്റ്ററിയും ജോഗ്രഫിയും രണ്ടായിട്ടായിരുന്നു പഠിച്ചത്. പക്ഷെ എക്സാമും സോഷ്യൽ നമ്പർ ഒറ്റ എക്സാം ആയിരുന്നു 10ൽ. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. CBSE എല്ലാം ഡിഫറെന്റ്. IT-യുടെ എക്സാം എനിക്ക് ഓർമ്മയുണ്ട്, കപ്പ് ഉണ്ടാക്കുക. അതായിരുന്നു ഞങ്ങൾ IT-യുടെ പ്രാക്ടിക്കൽ എക്സാം. പടം കപ്പ്. ഇതാണ് ഇന്നത്തെ വിഷയം. കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും, നോക്കാം. ക്യാൻറ്റീനിൽ ക്യാമറ ഉണ്ട്. ക്യാമറ ഉണ്ട്. ആ ക്യാമറ നോക്കുമ്പം നീ അല്ലല്ലോ ആദ്യം അടിച്ച്. അവള് തള്ളി, അല്ല നീ തള്ളി അവള് തള്ളി, നീ തള്ളി അവള് തള്ളി. ഓക്കെ, അപ്പൊ ഈക്വലി അവിടെ ആയി. നീ അടിച്ച് തിരിച്ചടിച്ച്. അവളടിച്ച്. ഓക്കെ.